ശ്രീ ഇൻസൈറ്റ് ഓഫ് ടാരോട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്നൊരു റിലേഷൻഷിപ്പ് റീഡിംഗ് ആണ് എടുക്കുന്നത്. ഇവിടെ നമ്മളിന്ന് എടുക്കുന്നത് നിങ്ങളുടെ വ്യക്തിക്കും നിങ്ങളോടും തേർഡ് പാർട്ടിയോടും ഉള്ള ഫീലിങ്സ് എന്താണ്, ഇപ്പോഴത്തെ കറൻറ്റ് ഇമോഷൻസ് സിറ്റുവേഷൻസ് ഒക്കെ എന്താണ് എന്നുള്ളതാണ്. രണ്ടുപേരുടെയും നോക്കുന്നുണ്ട്, നിങ്ങളുടെയും നോക്കുന്നുണ്ട്, തേർഡ് പാർട്ടിയുടെയും നോക്കുന്നുണ്ട്, നിങ്ങളുടെ വ്യക്തിയുടെ അവസ്ഥയും നോക്കുന്നുണ്ട്. ഓക്കെ, ഇത് ജനറൽ റീഡിംഗ് ആണ്, അതുകൊണ്ട് എല്ലാവർക്കും റെസനേറ്റ് ആവില്ല. റെസനേറ്റ് ആവുന്നവർ എടുക്കണം, അല്ലാത്തവർ വിട്ടേക്കണം. മെയിൽ ഓർ ഫീമെയിൽ എല്ലാവർക്കും കാണാം. അതുപോലെ ടൈംലെസ് ആണ്. ചാനൽ ലൈക്ക്, കമൻറ്റ്, ഷെയർ, അതുപോലെ തന്നെ ഹൈപ്പ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ ചെയ്ത് കാണണം. അതിൻ്റെ കൂടെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ ഓപ്ഷൻ ഇടണം. ഞാനിടുന്ന എല്ലാ വീഡിയോസും തത്സമയം നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, നമുക്ക് റീഡിങ്ങിലേക്ക് കിടക്കാം. നമ്മളിവിടെ ആദ്യം തന്നെ നോക്കുന്നത് തേർഡ് പാർട്ടിയുടെ ആ ഒരു ഇതാണ്. തേർഡ് പാർട്ടി എന്താണ്, തേർഡ് പാർട്ടി എന്നുള്ളതാണ്. തേർഡ് പാർട്ടിയോട് എന്താണ് ഇപ്പോഴത്തെ ഒരു കറൻറ്റ് സിറ്റുവേഷൻ എന്താ, അല്ലെങ്കിൽ ഫീലിങ്സ് എന്താണ് എന്നാണ് നിങ്ങളോടുള്ളത്. ഇത് ഇവിടെയാണ് വെക്കുന്നത് കേട്ടോ. ഇതിപ്പോൾ നിങ്ങളാണ്. ഇത് തേർഡ് പാർട്ടിയോട് എങ്ങനെയാണ് നോക്കാം നമുക്ക്. ഓക്കെ, അപ്പോൾ തേർഡ് പാർട്ടി എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത് വളരെ ഡിഫെൻസീവ് ആയിട്ടുള്ള, അസേർട്ടീവ് ആയിട്ടുള്ള ഒരു ലവ് ആണ്. 7 ഓഫ് വാൻസ് ആണ് വന്നിരിക്കുന്നത്. അതായത് ഒരു പ്രതിരോധിച്ചൊക്കെ നിൽക്കുക എന്നൊക്കെ പറയില്ലേ, പ്രതിരോധിച്ച് നിൽക്കുക, ആ അവസ്ഥയിലാണ് ഇപ്പോൾ തേർഡ് പാർട്ടിയോട് നിങ്ങളുടെ വ്യക്തിക്ക് ഉള്ള ഫീലിങ്സ് എന്നാണ് പറയാവുന്നത്. ഓക്കെ, ദെൻ നിങ്ങളുടേതെന്താണ് നോക്കുമ്പോൾ ദ വേൾഡ് ആണ്. ഡ്രീം കം ട്രൂ. എത്രയും പെട്ടെന്ന് ആ ഡ്രീം സത്യമാകണം എന്ന് ആഗ്രഹിക്കുന്നു എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ രണ്ട് കാര്യം കാര്യങ്ങൾ മനസ്സിലായില്ലേ ഏതാണ്ടൊക്കെ. അപ്പോൾ തേർഡ് പാർട്ടി എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു വലിയ ബർഡനായിട്ട് മാറിയിട്ടുണ്ട് എന്നാണ്. എപ്പോഴും വഴക്കും പ്രശ്നങ്ങളും ആണ്. എന്നാൽ നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ അത് എൻ്റെ വേൾഡായിരുന്നു. ഞാൻ ആ വേൾഡിനെയാണ് തട്ടിത്തെറിപ്പിച്ചിട്ട് ഞാനിങ്ങോട്ട് പോന്നിരിക്കുന്നത്. അല്ലെങ്കിൽ എനിക്ക് അനുഭവിക്കണം, ഞാനിതൊക്കെ എനിക്ക് കിട്ടണം എന്നൊക്കെയുള്ള ചിന്തകൾ അലട്ടുന്നു എന്നാണ് കാണിക്കുന്നത്. തേർഡ് പാർട്ടിയോട് എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ ടവറാണ് സിറ്റുവേഷൻ. ഇതാണ് ബ്രേക്കപ്പാണ് ഇപ്പോൾ. ട്രൂത്ത് റിവലേഷൻ ആണ്. അതായത് സത്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് പണ്ടുണ്ടായിരുന്ന ആ സ്നേഹവും അല്ലെങ്കിൽ ആ ഒരു ആകർഷണവും ഒക്കെ മാറിയിരിക്കുന്നു. ചില സത്യങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു നിങ്ങളുടെ വ്യക്തി എന്നാണ്. അതുകൊണ്ടാണ് ഇവിടെ നിങ്ങളുടെ ഡ്രീം കം ട്രൂ എന്ന ആ ഒരു കാർഡ് വന്നിരിക്കുന്നത്. തേർഡ് പാർട്ടിയെക്കുറിച്ച് സത്യങ്ങളൊക്കെ മനസ്സിലാക്കിയിരിക്കുന്നു, എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് തന്നെ കാണിക്കുന്നുണ്ട്. നോക്കാം നമുക്ക്. എന്നിട്ടും ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്നു എന്നാണ്. എന്തായിരിക്കാം അങ്ങനെ കൊണ്ടുപോകുന്നത്? കാരണം എഫിഷ്യൻ്റ് ആയിട്ടും വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു സ്നേഹം ആണ് എന്ന് നിങ്ങളുടെ വ്യക്തി തെറ്റിദ്ധരിച്ചിരുന്നു ഇവരെ. ഇതാണ് എൻ്റെ ജീവിതത്തിലെ ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും മഹത്തരമായ ഒന്നാണിത് എന്നും എനിക്ക് ഇത് കൂടുതലായിട്ട് ഇനി ഒന്നും കിട്ടാനില്ല എന്നും ഒക്കെ ധരിച്ചു വെച്ചിരുന്നു എന്നാണ് കാണിക്കുന്നത്. ഓക്കെ, ഇനിയിപ്പോൾ നിങ്ങളുടെ നോക്കട്ടെ. ദ മൂണാണ് വന്നിരിക്കുന്നത് ഇവിടെ. ഹിഡനായിട്ടുള്ള അൺസേർട്ടൺ ആയിട്ടുള്ള ഒരു ലവ് നിങ്ങൾക്കിവിടെ വന്നിട്ടുണ്ട് എന്നാണ് കാണിക്കുന്നത്. അതായത് നിങ്ങളുടെ വ്യക്തി അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് പല കാര്യങ്ങളിൽ ഒരു അനിശ്ചിതത്വം വന്നിരിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങളോട് പല കാര്യങ്ങളും പറയാതിരിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾ എല്ലാത്തിലും നിന്നും അകറ്റി നിർത്തിയിരിക്കുന്നു എന്നാണ്. അവിടെ അത് കാരണം കൊണ്ട് ക്ലാഷസും ഡിസഗ്രിമെൻറ്റും വന്നിരുന്നു എന്നാണ് കാണിക്കുന്നത്. നിങ്ങൾ വളരെയധികം അതിനെക്കുറിച്ച് ചോദ്യം ചെയ്തിട്ടുണ്ട്, വളരെയധികം പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട്, വഴക്കുകളുണ്ടായിട്ടുണ്ട് എന്നൊക്കെയാണ്. ഇത് എസ്റ്റാബ്ലിഷ്ഡ് ആൻഡ് റിലയബിളായിട്ടുള്ള ഒരു സ്നേഹമായിരുന്നു എന്നും കാണിക്കുന്നുണ്ട്. നിങ്ങളുടെ സ്നേഹം അങ്ങനെയായിരുന്നു, വളരെ എസ്റ്റാബ്ലിഷ്ഡ് ആയിരുന്നു. മിക്കവാറും എല്ലാവർക്കും അറിയാമായിരുന്നു. സിംഗിളായാലും ശരി, ഇനിയിപ്പം മാരീഡ് ആണെങ്കിൽ പറയണ്ട, സിംഗിളാണെങ്കിലും ശരി, ഇനിയിപ്പം വേറെ എന്തെങ്കിലും റിലേഷൻസ് എന്തെങ്കിലും ആണെങ്കിലും അത് ഒരുവിധം എല്ലാവർക്കും അറിയാവുന്ന ഒരു ബന്ധം കൂടിയായിരുന്നു. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് വിവാഹം വരെ എത്തുമെന്നും അല്ലെങ്കിൽ ആ രീതിയിൽ അത് നല്ല രീതിയിൽ പോകുന്ന ഒരു ബന്ധമായിരുന്നു എന്നൊക്കെയാണ് കാണിക്കുന്നത്.
നമുക്ക് തേർഡ് പാർട്ടിയുടെ കുറിച്ച് ആളുടെ ഒരു ചിന്ത എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ, വളരെ ഇമോഷണൽ ഡിസിഷനും യൂണിയനും ഒക്കെ ആയിട്ടുള്ളൊരു ബന്ധം. അതായത് ഒരു 2 ഓഫ് കപ്സ്, ഒരു സോൾമേറ്റ് പോലെ, അല്ലെങ്കിൽ ഒരു സോൾമേറ്റ്, എൻ്റെ സോൾമേറ്റ് തന്നെയാണിത് എന്ന് ഈ വ്യക്തി വളരെയധികം വിശ്വസിച്ചിരുന്നു ഈ തേർഡ് പാർട്ടീനെ എന്നാണ് കാണിക്കുന്നത്. എൻ്റെ സോൾമേറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്, അത്രയ്ക്ക് ഗാഠമായ ഒരു ഡീപ്പ് ലവ് ആയിരുന്നു ഇവർ തമ്മിൽ. ഒരു സോൾമേറ്റ് ആണ്, അല്ലെങ്കിൽ എൻ്റെ സോൾമേറ്റ് ആണിത് എന്ന്. സോൾമേറ്റ് എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെയാണ്. ചില വിള്ളലുകളും ഒക്കെ ഇല്ല എന്ന് പറയുന്നില്ല, അങ്ങനെയൊക്കെ ഉണ്ടാകാറുണ്ട്. എങ്കിലും സോൾമേറ്റ് എന്ന് പറഞ്ഞ് പൊതുവേ പറയുമ്പോൾ ഹാർട്ട് ടു ഹാർട്ട് ആയിട്ടുള്ള ആ ഒരു ബന്ധം വളരെ സ്നേഹമായിരുന്നു എന്നാണ് കാണിക്കുന്നത്. എന്നാൽ അവിടെ അൺഫെയ്ത്ത്ഫുൾ ആയിട്ടുള്ള മാനിപ്പുലേറ്റീവ് ലവ് ആണത്. ഇപ്പോൾ ഒട്ടും വിശ്വാസമില്ല അവരെ. അപ്പോൾ വിശ്വാസം ഇല്ലാതെ വരാൻ കാരണം നമ്മൾ നേരത്തെ ടവർ കണ്ടു അല്ലേ? ആ ടവറിൽ നമ്മൾ കണ്ടു അവിടെ ഒരു മറ്റൊരു ബന്ധവുമായിട്ട് നിൽക്കുന്നത് നിങ്ങളുടെ വ്യക്തി കണ്ടു എന്നാണ്. അപ്പോൾ ആ രീതിയിലുള്ള ഒരു ബന്ധം ഇവിടെ മനസ്സിലായി കഴിഞ്ഞപ്പോൾ നിങ്ങളുടെ വ്യക്തിക്ക് അതൊരു തിരിച്ചടിയായി എന്ന് കാണിക്കുന്നുണ്ട്. അത് ഇപ്പോൾ ഒരു ഓവർ ബർഡൻഡ് ആയിരിക്കുന്നു എന്നാണ്. വളരെ സ്ട്രഗ്ലിംഗ് ആയിട്ടാണ് ഈ സ്നേഹം ഇപ്പോൾ കൊണ്ടുപോകുന്നത്. തേർഡ് പാർട്ടിക്ക് മറ്റൊരു ബന്ധം ഉണ്ട് എന്നുകൂടി ഇവിടെ തിരിച്ചറിഞ്ഞിരിക്കുന്നു നിങ്ങളുടെ വ്യക്തി എന്നാണ്. ഇത് ഒരു കാർമിക് ലവ് ആയിരുന്നു എന്നാണ് കാണിക്കുന്നത്. തെറ്റിദ്ധരിച്ചതാണ്, സോൾമേറ്റ് ആണെന്ന് ഞാൻ തെറ്റിദ്ധരിച്ചു, അത് ഒരു കാർമിക് ലവ് ആണ് എന്ന് എനിക്ക് മനസ്സിലായി എന്ന് കാണിക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ വ്യക്തി അവിടെ വളരെയധികം സൈലൻ്റായിട്ട്, ഒന്നും സംസാരിക്കാതെ വളരെ സൈലൻ്റായിട്ട് എല്ലാം മനസ്സിലാക്കി പ്രവർത്തിക്കുന്നു എന്നാണ്. ഒരക്ഷരം സംസാരിക്കാറില്ല, വളരെ സൈലൻ്റാണ്. സ്വന്തം കാര്യങ്ങൾ മാത്രം നോക്കി വളരെ സൈലൻ്റായിട്ട് ഇരിക്കുന്നു, വേറെ നിവൃത്തിയുമില്ല. ഓക്കെ, അതുകൊണ്ടാണ് അതങ്ങനെ വരുന്നത്. വരുന്നത് ഇപ്പോൾ വളരെ ഒരു ഇൻട്രോസ്പെക്ഷനിൽ, അല്ലെങ്കിൽ ഒരു സെൽഫ് ലവിലേക്ക് പോയിരിക്കുന്നു നിങ്ങളുടെ വ്യക്തി എന്നാണ്. കാരണം മറ്റേ ബന്ധത്തിൽ നിന്ന്, അതായത് തേർഡ് പാർട്ടിയിൽ നിന്ന് എല്ലാം തന്നെ മനസ്സിലായിരിക്കുന്നു എന്നാണ്. എല്ലാ കാര്യങ്ങളും അത്യാവശ്യം നല്ലതുപോലെ നല്ല രീതിയിൽ തന്നെ മനസ്സിലാക്കിയിരിക്കുന്നു. ഇനിയിപ്പം പ്രത്യേകിച്ച് മനസ്സിലാക്കാനൊന്നുമില്ല. നിങ്ങളിലേക്ക് വരണം എന്ന ആഗ്രഹമുണ്ട് അല്ലേ? ഡ്രീം കം ട്രൂ എന്നൊരു കാർഡ് നമ്മൾ നേരത്തെ കണ്ടു അല്ലേ? അപ്പോൾ ആഗ്രഹമുണ്ട്. ഓക്കെ, ഇനിയിപ്പം നമുക്ക് നോക്കാം അടുത്തത്. ഇപ്പോൾ നിങ്ങളുടെ വ്യക്തി നിങ്ങളോട് ഏത് രീതിയിലായിരുന്നു പെരുമാറിയിരുന്നത് എന്ന് ചോദിച്ചാൽ, ഒരു എംപററുടെ ആ ഒരവസ്ഥയിലായിരുന്നു. എന്ന് പറഞ്ഞാൽ കുറച്ച് അതോറിറ്റി കീപ്പ് ചെയ്ത, കുറച്ച് ധനം അല്ലെങ്കിൽ അതുമാതിരിയുള്ള ഒരു ഔദ്യോഗിക കാര്യങ്ങളായിരിക്കാം, അല്ലെങ്കിൽ ഒരു ബിസിനസ് ആയിരിക്കാം, ഏതിലായാലും ശരി ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റിയുള്ള, വളരെ അതോറിറ്റി കീപ്പ് ചെയ്യുന്ന ഒരു ചക്രവർത്തിയുടെ ആ ഒരു ഭാവത്തിൽ ഒക്കെയുള്ളൊരു വ്യക്തിയായിരുന്നു. അപ്പോൾ നിങ്ങളുടെ മുമ്പിലും അത് പ്രദർശിപ്പിച്ചിട്ടുണ്ട്. കുറച്ച് ഈഗോയിസ്റ്റ് പേഴ്സൺ ആയിരുന്നു എന്നും കൂടി കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളടുത്ത് പലപ്പോഴും ഏത് കാര്യത്തിനും നിങ്ങൾ അങ്ങോട്ട് ചെന്ന് വാതിൽ മുട്ടുക എന്നുള്ളതല്ലാതെ നിങ്ങളുടെ അടുത്തേക്ക് ആ രീതിയിലുള്ളൊരു പ്രവണത കാണിച്ചിട്ടല്ലായിരുന്നു ആൾ നിന്നിരുന്നത്. വളരെ ഒരു ഈഗോയിസ്റ്റ് പേഴ്സണായിട്ട് തന്നെ നിന്നിരുന്നു എന്നാണ്. ഇവിടെ പലപ്പോഴും ഡിസിഷൻ എടുക്കാൻ കഴിഞ്ഞിരുന്നില്ല, ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ ശ്രമിച്ചിരുന്നു, എന്നാൽ കഴിഞ്ഞില്ല എന്നാണ്. അവിടെ തേർഡ് പാർട്ടിയുടെ ശക്തമായ സാന്നിധ്യം തന്നെയാണ് കാണിക്കുന്നത്. അതുകൊണ്ടാണ് അവിടെ ഡിസിഷൻ മേക്കിങ്ങിന് വളരെ ബുദ്ധിമുട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈഗോ എന്ത് ചെയ്തു, വർക്ക് ചെയ്തു. അപ്പോൾ ആ ഈഗോ കുറച്ചുകൂടി അങ്ങോട്ട് കാണിച്ച് എന്തോ വലിയ ഒരു ബലൂൺ പോലെ അതങ്ങ് വീർപ്പിച്ച് നിർത്തിയിട്ട് നീ എന്നോട് കാണിക്കുന്നതും ചെയ്യുന്നത് ശരിയല്ല എന്ന രീതിയിലൊക്കെ നിങ്ങളോട് കാണിച്ചിട്ടുണ്ട് എന്ന് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളെ ബ്ലോക്ക് ചെയ്തിരുന്നു. നിങ്ങളൊരു വിക്ടിമൈസ്ഡ് ലവ് ആയിരുന്നു നിങ്ങൾക്ക് ഉണ്ടായിരുന്നു. നിങ്ങൾ വളരെയധികം സങ്കടങ്ങൾ അനുഭവിച്ചിരിക്കുന്നു എന്ന് കാണിക്കുന്നുണ്ട്. ബ്ലോക്ക് ചെയ്ത് പോവുക, മെസ്സേജ് അയക്കാതിരിക്കുക, വിളിച്ചാൽ എടുക്കാതിരിക്കുക, അതല്ലെങ്കിൽ അതേമാതിരി നമ്മളൊരു രക്തസാക്ഷി എന്ന നിലയിലാണ് അവിടെ നമ്മളുടെ ഒരു സ്നേഹം വന്നത്. ഇവിടെ അടിച്ചു പൊളിച്ച് ജീവിച്ച് സന്തോഷമായിട്ടൊക്കെ തേർഡ് പാർട്ടിയുമായിട്ട് ജീവിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ഇവിടെ നിങ്ങളൊരു വിക്ടിമൈസ്ഡ് ആയിരുന്നു എന്ന് കാണിക്കുന്നുണ്ട്. 7 ഓഫ് പെന്റക്കിൾസ്, തോട്ട്ഫുൾ ആൻഡ് പ്രോഗ്രസീവ് ലവ്. ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് വളരെയധികം ചിന്തിക്കുന്നു. ഈ സ്നേഹത്തിനെ വളരെ പ്രോഗ്രസീവ് ആക്കണം എന്ന് ആഗ്രഹിക്കുന്നു ഇപ്പോൾ നിങ്ങളുടെ വ്യക്തി എന്ന് കാണിക്കുന്നുണ്ട്. ഇപ്പോൾ വളരെ ക്യൂരിയസ് ആയിട്ടുള്ള, ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒരു സ്നേഹം നിങ്ങളോടുണ്ട് എന്ന് കാണിക്കുന്നുണ്ട്.
വളരെ ക്യൂരിയസ് ആണ്. നിങ്ങൾ വളരെയധികം മാറിയിരിക്കുന്നു എന്നാണ്. അതായത് അതാണ് ആ ക്യൂരിയസ് ആയിട്ട് വളരെ ഇൻസ്പയറിങ് ആയിട്ട് നോക്കിയിരിക്കുന്നത്. കാരണം നിങ്ങൾ ആ പഴയ ആളേ അല്ല. നിങ്ങൾ പണ്ടേക്ക് എപ്പോഴും വഴക്കുണ്ടാക്കുകയും അല്ലെങ്കിൽ എന്താ എങ്ങനെ കാണിക്കുന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ മെസ്സേജ് അയക്കാത്ത, എന്താണ് ബ്ലോക്ക് ചെയ്തിരിക്കുന്നത്, എന്താണെങ്കിൽ നിങ്ങളൊരു ഭയങ്കര ക്യൂരിയോസിറ്റി ആ കാലത്തുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ നിങ്ങൾ അതിൽ നിന്നെല്ലാം വിട്ടുപോയി എന്നാണ്. നിങ്ങൾ നിങ്ങളുടേതായ കാര്യങ്ങളിലേക്ക് പോകുന്നു. അപ്പോൾ ഈ വ്യക്തിക്ക് വളരെയധികം ക്യൂരിയസ് ആയിരിക്കുന്നു എന്നാണ്. ഇപ്പോൾ നമുക്ക് അടുത്ത കാർഡ് വന്നിരിക്കുന്നത് ദ ഫൂളാണ്. ന്യൂ ആൻഡ് അഡ്വഞ്ചറസ് ലവ് ആണ്. അപ്പം പിന്നെ ഇപ്പോൾ ന്യൂ ബിഗിനിങ് വരാൻ പോകുന്നു, റീയൂണിയൻ വരാൻ പോകുന്നു. നിങ്ങളുമായിട്ടുള്ള ഒരു ബന്ധം പുതുക്കി മുൻപോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു. അപ്പുറത്ത് ആ ബന്ധം എങ്ങനെയെങ്കിലും ഒന്ന് പോയി കിട്ടിയാൽ മതി എന്ന രീതിയിലാണ് ഇപ്പോൾ നിൽക്കുന്നതെന്നാണ് കാണിക്കുന്നത്. പോയി കിട്ടുക എന്ന് പറഞ്ഞാൽ എന്താണ്? എനിക്ക് മതിയായി അല്ലേ, എനിക്കത് മതിയായി, എങ്ങനെയെങ്കിലും എൻ്റെ തലയിൽ നിന്ന് ഒന്ന് ഒഴിഞ്ഞു കിട്ടിയാൽ മതി എന്നാണ്. ഇനി ഒരു കാർഡ് കൂടെ വരുന്നുണ്ട്, പിന്നെ ഓൺ സെറ്റ് വെൽക്കം ലവ് എന്നാണ്. നിങ്ങളുടെ സ്നേഹത്തിനെ അത്രയും വെൽക്കം ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നാണ്. സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? സ്നേഹം എന്ന് പറയുന്നത് ചെറിയ കാര്യമൊന്നുമില്ല. ഇവിടെ റീയൂണിയൻ വരുമെന്ന് നമ്മൾ കണ്ടു. അതുപോലെ തന്നെ ഇസ് ഓഫ് കപ്സ് ആണ്. അപ്പോൾ വളരെയധികം ഹാർമണി ആയിട്ട് ഉള്ള ആ ഒരു ബ്ലിസ്ഫുള്ളായിട്ടുള്ള ലവ് നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നു ആ വ്യക്തി എന്നാണ്. അപ്പോൾ നിങ്ങളെക്കുറിച്ചിട്ട് ഉള്ള ചിന്തകൾ ഇതൊക്കെയാണ്. അപ്പോൾ പിന്നെ ഇതെല്ലാം ദ വീൽ ഓഫ് ഫോർച്യൂൺ വന്നിട്ടുണ്ട്. എന്താ വെച്ചാൽ ഫോർച്ചുനേറ്റ് ആൻഡ് എക്സൈറ്റിംഗ് ലവ് ആണ്. അപ്പോൾ നിങ്ങളുടെ ഒരു ടൈം വീൽ ഓഫ് ഫോർച്യൂൺ, പിന്നെ കാലചക്രം തിരിഞ്ഞു വരികയാണ് നിങ്ങളിലേക്ക്. ഒരു കാലഘട്ടത്ത് ആ രീതിയിൽ തേർഡ് പാർട്ടിയുമായിട്ട് അങ്ങനെ കറങ്ങി നടന്നിരുന്ന ഒരു സമയം കൊണ്ടില്ലെന്ന് പറയുന്നില്ല ഇവിടെ. ആ സമയത്ത് നിങ്ങളെ തള്ളി പറഞ്ഞിട്ടുണ്ട്, നിങ്ങളെ പിന്നെ അകറ്റി നിർത്തിയിട്ടുണ്ട്, നിങ്ങളോടടുത്ത് ഈഗോയിസം കാണിച്ചിട്ടുണ്ട്, എല്ലാ കാര്യങ്ങളും ഉണ്ട്. പക്ഷേ ഇതിനൊക്കെ ഒരു പരിധിയുണ്ട്, ഒരു ടൈമുണ്ട്. ആ ടൈം കഴിയുമ്പോൾ തനിയെ നമ്മളിലേക്ക് അട്രാക്റ്റ് ചെയ്ത് വരും അത് എന്നാണ്. അത് പിന്നെ പ്രകൃതിയുടെ നിയമമാണ്. നന്മയും തിന്മയും തമ്മിലുള്ള ആ ഒരു പിന്നെ യുദ്ധമാണ് അവിടെ നടക്കുന്നത്. എന്തൊക്കെ പറഞ്ഞാലും അവസാനം നന്മ തന്നെ ജയിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് നിങ്ങളുടെ വ്യക്തിക്ക് ഇപ്പോൾ ഇത്തരത്തിലുള്ള ചിന്തകളും ഇത്തരത്തിലുള്ള ആ ഒരു നിങ്ങളോടുള്ള ഇമോഷൻസിൽ കുറേ മാറ്റങ്ങൾ വരാനും കാരണം. ഓക്കെ, അപ്പം നമുക്ക് പിന്നെ വൈൻഡപ്പ് ചെയ്യാം. ഇത്രയാണ് ഇന്നിപ്പം നിങ്ങളുടെ പിന്നെ ഊർജവും പിന്നെ അതുപോലെ തന്നെ തേർഡ് പാർട്ടിയുടെ ഊർജ്ജവും നിങ്ങളുടെ വ്യക്തിയുടെ ഊർജ്ജവുമാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അതിൽ തേർഡ് പാർട്ടിയോടുള്ള ആ ഒരു പിന്നെ കാര്യങ്ങൾ നിങ്ങൾ കണ്ടു, നിങ്ങളോടും കണ്ടു. തീരുമാനം നിങ്ങളുടേതാണ്. നമ്മളിതൊരു റീഡിങ് എടുത്ത് തരികയാണ്. ജനറൽ റീഡിങ് ആയതുകൊണ്ട് തന്നെ റെസനേറ്റ് ആവില്ല എന്ന് ഞാൻ പലപ്പോഴും പറയുന്നുണ്ട്. അത് നിങ്ങളെടുക്കുക. പേഴ്സണൽ റീഡിങ് ആവശ്യമുള്ളവർ എന്നെ കോൺടാക്റ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്.